രാജ്യത്തിന്റെ റോബോട്ടിക്സ് ഹബ്ബ് ആവുക എന്ന ലക്ഷ്യത്തിലേക്ക് ഉറച്ച ചുവടുവയ്പ്പുകളുമായി കേരളം മുന്നേറുകയാണ്. അതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ ആദ്യത്തെ റോബോട്ടിക്സ് പാർക്ക് തൃശൂരിൽ തുടങ്ങും. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കൊച്ചിയിൽ സംഘടിപ്പിച്ച റോബോട്ടിക്സ് അന്താരാഷ്ട്ര റൗണ്ട് ടേബിളിന്റെ സമാപന ചടങ്ങിൽ വെച്ച് അതിന്റെ പ്രഖ്യാപനം നടക്കുകയുണ്ടായി. 195 സ്റ്റാർട്ടപ്പുകളും 500ഓളം പ്രതിനിധികളും പങ്കെടുത്ത റോബോട്ടിക്സ് റൗണ്ട് ടേബിൾ സമ്മേളനത്തിൽ കേരളത്തിലെ റോബോട്ടിക്സ് മേഖലയിൽ നിന്ന് ലോകവിപണിയിലേക്ക് കടന്നുവന്ന നിരവധി കമ്പനികളുണ്ടായിരുന്നു. വ്യവസായ വകുപ്പിന്റെ 22 മുൻഗണനാ മേഖലകളിൽ റോബോട്ടിക്സിനെ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. റോബോട്ടിക് മേഖലയിലെ സ്റ്റാർട്ടപ്പുകൾക്ക് സ്കെയിൽ അപ്പ് ലോൺ 1 കോടിയിൽ നിന്ന് 2 കോടിയായി സർക്കാർ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടപ്പുകൾക്കുള്ള പ്രവർത്തന മൂലധനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം റോബോട്ടിക് സ്റ്റാർട്ടപ്പുകൾക്ക് സ്ഥലസൗകര്യം ഒരുക്കൽ, മാർക്കറ്റിംഗ് പിന്തുണ എന്നിവയും സർക്കാർ പരിഗണിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക്സ് പരിചയപ്പെടുത്താനും പരിശീലനം നൽകുന്നതിനായി ലിറ്റിൽ കൈറ്റ്സിന്റെ ആഭിമുഖ്യത്തിൽ 2000 വിദ്യാലയങ്ങളിൽ 9000 റോബോട്ടിക് ലാബുകളാണ് നിലവിൽ പ്രവർത്തിച്ചുവരുന്നത്. ഇത് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി 20,000 റോബോട്ടിക് കിറ്റുകൾ കൂടി നൽകാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ഒക്ടോബർ മാസത്തോടെ ഇവയുടെ വിതരണം നടത്താനുള്ള സജ്ജീകരണവും സർക്കാർ പൂർത്തിയാക്കി വരികയാണ്. ഇത്തരത്തിൽ വളരെ വിപുലമായ പ്രവർത്തനങ്ങളാണ് റോബോട്ടിക്സ് മേഖലയുടെ വികസനത്തിനായി സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്. ഈ പദ്ധതികൾ തൊഴിൽ, വൈജ്ഞാനിക മേഖലകളിൽ ഉണ്ടാകുന്ന മാറ്റത്തോടൊപ്പം മുന്നേറാൻ കേരളത്തെ പര്യാപ്തമാക്കുകയും ചെയ്യും.